നാലെണ്ണം ഇത് റെക്കോർഡല്ലേ? സഭയ്ക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ട് 4 മീൻ കരുത കേട്ടോ. ക്യാമറ കാതേക്കാം, അല്ലാതെ വേറെ വഴിയില്ല. സഭയ്ക്ക് എൻ്റെ സുഖി കൊണ്ട് പോകുന്നു. ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ എവിടെ പോവോ? നമ്മൾ എന്തിനു പോവോ? അല്ല, നമ്മൾ എന്തിനാ പോകുന്നേ? ഹലോ ഹബീബി, റൈറ്റ് അടിക്കുമല്ലേ? നമ്മൾ എവിടെ പോവാ തപ്പുട്ടാ? തപ്പുട്ടോ നമ്മൾ എവിടെ പോവാ? ഹലോ ഹബീബി പറഞ്ഞേ. ഞാനും കടിക്കും. മീൻ കടിക്കുവോ? രോമമായ നോക്ക് വായില്. രോമ എന്റെ വായില് എന്റെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ രോമമില്ല. കടിയനാ ഇത്? തപ്പൂട്ടനല്ല ഇത്, തപ്പൂട്ടനല്ല, കടിയൻകുട്ടനാ. കടിയൻകുട്ടൻ നീ കടിയനാ. നിന്നെ മീനെ കൊണ്ട് ഞാൻ കടുപ്പിക്കൂടാ, സ്രാവിനെ കൊണ്ട് ഞാൻ കടുപ്പിക്കൂടാ നിന്നെ. അവൻ്റെ ചവിട്ടൻകുട്ടനാ, ചവിട്ടന്. കാല കണ്ട് ഗ്ലാമറുള്ള കാലാന്നല്ലോ. ഹലോ ഹബീബി, ഈദ് മുബാറക്. നമ്മളിന്ന് ഈദിൻ്റെ അന്നാണ് ഷൂട്ടിന് പോകുന്നത്, ഫിഷിങ്ങിന് പോവാ. ഇന്ന് ഞങ്ങൾക്കൊരു കൊച്ചു ചൂണ്ടക്കാരനെ കൊണ്ട് തപ്പൂട്ടൻ ഇന്ന് ബിഗ് ഫിഷിനെ പിടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തപ്പൂട്ടന് വലിയ എത്ര ഫിഷിനെ പിടിക്കും? 10 ബിഗ് ഫിഷിനെ പിടിക്കും അല്ലേ? ആ, അതാണ് തപ്പൂട്ടൻ. എന്താ കോക്കാമ്പി ആണോ? 10 ഫിഷിനെ പിടിക്കണം. വീടിക്കകത്ത് പറഞ്ഞ പിടിക്കണം 10 ഫിഷിനെ. നമ്മളതിന്റെ വറക്കുവോ പിടിച്ച്? നമ്മൾ മീനെ പിടിച്ച് വറക്കില്ലേ? മീനെ കൊണ്ട് നമുക്ക് ഫ്രൈ ചെയ്യാണ് കേട്ടാ. ഏതാ മീൻ? അത് മീനല്ല, അത് മീനുള്ള തീറ്റയാ. അത് മീനുള്ള തീറ്റയാ. ആ, ചെമ്മീൻ. ചെമ്മീനിട്ട് നമ്മൾ വലിയ മീനെ പിടിക്കും അല്ലേ? ആ, ഹലോ ഹബീബി പറഞ്ഞു. ഹലോ ഗായ്സ്. ഹലോ ഹബീബി, ബഹ്റൈൻ. Come to Bahrain. അത് തന്നെ വേറെ പാട്ടാണ്. അമൃതേകാനായി വീണ്ടും ഏതോ കിനാവിലെ ഇവിടെ ഫുള്ള് ഇന്ന് ആൾക്കാരായിരിക്കും അല്ലേ? പാട്ട് പാടുവോ? ഒരു പാട്ട് പാടുവോ? ജോണി പാടും. ആ, ജോണി പാടും. തപ്പൂട്ടൻ ഇന്ന് ടെറ. ഇന്ന് ബാഡ് ബോയ് ആണ് തപ്പൂട്ടൻ. ഗുഡ് ബോയ് അല്ല തപ്പൂട്ടൻ, ബാഡ് ബോയ്. തപ്പൂട്ടൻ ബാഡ് ബോയ്. വെള്ളം സർവത്ര തുള്ളി കുടിക്കാൻ. ഇവിടെ എന്താ ഇങ്ങനെ ആക്കിയിട്ടേക്കുന്നത്? റോഡ് സെറ്റാക്കിയിടാം.
മൊത്തം ആ നിരപ്പാക്കി അവിടെ താഴെ ഇറങ്ങിയപ്പോൾ പറ്റത്തില്ല കേട്ടോ. ഇവിടെ അടിപൊളിയാക്കി വെള്ളം കയറിയാണോ? ആണോ? എല്ലാം കയറിയതായിരിക്കത്തില്ല, റോഡാക്കിയതുണ്ട് കേട്ടോ. കോലം കണ്ടിട്ട് വെള്ളം ഇറങ്ങി കിടക്കുമല്ലേ, അപ്പുറം സൈഡൊക്കെ വെള്ളം ഇറങ്ങി കിടക്കും. അവന്മാര് മണ്ണിട്ട് നേരത്തുമായിരിക്കും കേട്ടോ. കയറാൻ പറ്റാത്ത അവസ്ഥയാവും. സൈഡിന്റെ ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടി ഞങ്ങൾ എങ്ങനെയാണ് പിന്നെ കൈ കൊണ്ടാണോ കാല് കൊണ്ടാണോ എവിടുന്നാണെന്നൊന്നും അറിയില്ല. ആരൊക്കെയോ ഞങ്ങളെ ഒന്ന് പൊതിഞ്ഞു. എന്തൊക്കെ ആഗ്രഹമുണ്ടല്ലേ. ഒപ്പിട്ട് ഇന്നലെ അല്ലേ ആ എത്ര പേരാ ഇനി ഇങ്ങനത്തെ ഞാൻ തന്നെ മറന്നുപോയെന്ന് പറഞ്ഞു. ഇനിയിപ്പോ നമ്മൾ കയറുന്ന പരിപാടിയല്ല കേട്ടോ. ഇനിയിപ്പോ ഇങ്ങനത്തെ പരിപാടികളൊന്നും പോകുന്നില്ല. അയ്യോ ഫോട്ടോ എവിടെ? ഞാൻ കണ്ടില്ല. എന്തി കണ്ടില്ല? ഒന്ന് കാണിച്ചതേ. ആ അത് ബോട്ടാണോ? അല്ല മോനെ, ബോട്ടല്ല അത്. കാറല്ലേ അത്? കാറാണ്. അയ്യോ വെള്ളത്തിൽ കിടക്കുന്ന കാറാ. സൈഡിലോ? അവിടെ എന്തോ ഇവർക്ക് ഇവിടെ ചൂണ്ടിടുന്നുണ്ട്. വല്ല കിട്ടിയ നോക്കാം. ഇതിനകത്ത് ഗോപുരം ഉണ്ടാക്കി നല്ല വഴിയായിരുന്നു. മീനുണ്ട് തോണ്ടേ. ഇതിനൊക്കെയുള്ളൂ കേട്ടോ അതിൻ്റെ. നീ ചൂണ്ടൊക്കെ ഓട്ടിക്കുന്നുണ്ടോ? കാണുന്നുണ്ട് നല്ല കാണിച്ചാൽ കാണുന്നുണ്ട്. അതിനും അറിയാം. നോക്കി ചുണ്ണല്ല ക്യൂറായിട്ട് കണ്ടുപിടിക്കാനുള്ള പരിപാടിയല്ലേ. ഒന്നും കിട്ടിയല്ലോ കേട്ടോ. ഒന്നും കിട്ടിയില്ല. ഞണ്ടുണ്ട്. നമുക്ക് കിട്ടാറുള്ള മീനുകളൊക്കെ ഉണ്ട്. ചേട്ടൻ ദേ ഇവിടെ ഇരുന്ന് ചൂണ്ട കുരുക്കുക. ചൂണ്ട കുരുക്കുള്ള ചെമ്മീൻ കട്ട് ചെയ്യുന്നു. ഫിഷ് കാണിക്കണോ? ഫിഷിനെ കണ്ടോ? ഞണ്ടിനെ വേണം നിനക്ക്? ആ ഞണ്ടെടുത്ത് കൈ ഇട്ടെ. ഒറ്റ കടി കടിക്കും. എടുത്തു മുന്നെടുത്തു. നമുക്ക് ഞണ്ടിനെ ചൂണ്ടല്ലേ മനുക്കുട്ടാ ആ നീ നോക്കടാ. എന്താ മോനെ ഇതോ നോക്ക്. നല്ല മീനുണ്ടോ? പക്ഷേ നമുക്കത് അങ്ങോട്ട് വിട്ടാലോ? ഇങ്ങോട്ട് അങ്ങോട്ട് പോകാനോ? അങ്ങോട്ട് പോകാനോ? നമ്മുടെ സ്ഥലം. ഓളം ഇല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മുടെ സ്പോട്ടിലോട്ട് പോവാം. തപ്പൂട്ടാ നമുക്ക് പോവാന്ന് പറ. പറയടാ. ഹലോ ഹബീബി പറ. അങ്ങനെ ഇരുന്നോട്ടെ, അങ്ങനെ ഇരുന്നോട്ടെ. ഇങ്ങനെ വെക്ക്, വെയിലടിക്കത്തില്ല. അവിടെ ഇരിക്കട്ടെ. വീട്ടിൽ തൊപ്പി ഉണ്ടായിട്ട് കാര്യമില്ലടാ. ഇരിക്കട്ടാ. ഇന്നെന്തായാലും നമുക്ക് കുറച്ച് മീൻ കിട്ടാൻ ചാൻസ് കൂടുതൽ അല്ലേ തപ്പൂട്ടാ? എത്ര? 1 2 എത്ര മീൻ കിട്ടും? 4 5 7 8 9 10 10 മതി. അതിൽ കൂടുതൽ കിട്ടും തോന്നില്ല. 10 കൂടുതൽ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് 10 മതി. 10 പോലെ 10 മീനെ നമ്മൾ പിടിക്കും. ചലഞ്ച് അല്ലേ? ഓക്കെ പറ. 10 മീനെ പിടിക്കുന്നതാ. മറ്റേ സഭയ്ക്ക് നോക്കുന്നു. രാവിലെ 5 മണിക്ക് എണ്ണിക്കണമെന്ന് പറഞ്ഞത് ഒരാളോട്. അവൻ എണ്ണീറ്റത്
6 മണിക്ക്. അവസാനം ഇവിടെ വന്നപ്പോൾ 8 മണി. അവർ രാവിലെ ദോശ കഴിച്ചിട്ട് അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. ദോശ, ചമ്മന്തി, സാമ്പാർ. സാമ്പാർ. വണ്ടിയിലൊക്കെ നീ സാമ്പാർ ആക്കൂടെ? മാവ് മിക്കവാറും. ദോശയും സാമ്പാറും ചമ്മന്തി മാത്രമല്ല, ബീഫ് കറിയുണ്ട്. തുറന്നടാ, അതൊക്കെ അങ്ങനെ തന്നെ പോട്ടോ. ബാഗ് നോക്കാൻ പോയത്. തുടങ്ങണ്ട, മതി കേട്ടോ. പിന്നെ മോനെ ചൂണ്ട കിട്ടുന്നേ ഉള്ളൂ. നമ്മളൊന്നും നേരത്തെ കിട്ടിയിട്ടില്ല. നമ്മൾ സ്കൂട്ടി വന്നിട്ട് എല്ലാം ചെയ്യും. വാ, നമുക്ക് ഫിഷിങ് പോവാം. വാ, വലിയൊരു ചൂണ്ടക്കാരൻ വരികയാണ്. വാ, പേടിയൊന്നും ആവണ്ട. എന്തിനാ പേടിയാവുന്നേ? കല്ല് നമ്മുടെ അവിടെ ചാടി ചാടി പോണം. പോ, കയറ്, പോട്ടെ. ചൂണ്ടക്കാരാ, അങ്ങോട്ട് പോട്ടെ. ചൂണ്ടക്കാരാ, എന്നാ അവിടെ നിൽക്കി. തപ്പൂട്ടൻ്റെ സ്റ്റിക്കാണ്. തപ്പൂട്ടൻ്റെ സ്റ്റിക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്ത് സ്പെഷ്യൽ. ഒരു 5-6 കട്ട് ചെയ്ത് വെക്കുന്നത് വിഷ്ണു. എന്ത് ഇത്? നീയല്ലേ കട്ട് ചെയ്യാൻ നല്ല ചെമ്മീൻ കട്ട് ചെയ്യാൻ നീയാണ് ഏറ്റവും അടിപൊളി. നിന്നെ കഴിഞ്ഞിട്ടേ ഇവിടെ വേറെ ആൾക്കാർ ചെമ്മീൻ കട്ട് ചെയ്യാൻ. അച്ഛനും മോനോട് അവിടെ എന്താ പരിപാടി? വാ, താഴോട്ടിറങ്ങും. വാ, ഇവിടെ ഇരിക്കാം. വാ, ഇത് നിൻ്റെ ചൂണ്ടയത്. ഈ ഇരിക്കുന്നത് നിൻ്റെ ചൂണ്ടയാ. ഇപ്പോൾ ഞാൻ ഇടണോ? നീ ഒന്ന് പിടിക്കുവാ. വായോ, വാടാ. ഇങ്ങനെ പേടിച്ചാലെങ്ങനാടാ ശരിയാവുന്നേ? ഇത് പേടിയല്ലേ നിനക്ക്? എന്നാ നിൻ്റെ സ്റ്റിക്ക് എന്നാ? എനിക്ക് വേണ്ട നിൻ്റെ സ്റ്റിക്ക് എന്നാ. വന്ന് ചൂണ്ടയിടുവാ. എടാ വാടാ. ശേ, നീ കടലിലുള്ള മീൻ തീറ്റ കൊടുക്കാൻ വന്നാണോ? പിന്നെ കടലിലുള്ള മീൻ തീറ്റ കൊടുക്കാൻ വന്നതല്ലേ. അപ്പോൾ അത് നീ കുറച്ചുകൂടെ അരിഞ്ഞു വെക്ക്. കാരണം അവർക്ക് തിന്നാൻ തീറ്റ വേണ്ടടാ. തിന്നാൻ തീറ്റ വേണം. 2 കുബൂസ് മേടിച്ചോണ്ടിട്ട് പറ. കുബൂസില്ല, ദോശ ഉണ്ടോ? ദോശ തീർന്നു, ഞാൻ തിന്നു. വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ ആയിട്ട് വന്നതാ. പക്ഷേ ഇവിടെ ഈ പാറ അങ്ങനെ കണ്ടപ്പോൾ അവന് ബുദ്ധിമുട്ടായിട്ട് തോന്നി. കാർട്ടൂൺ വെച്ച് കൊടുക്കാനായിട്ട് പോവാ. ഇന്നെന്തായാലും കടൽ ഭയങ്കര ശാന്തമാണ്. കാറ്റില്ല, വലിയ തിരമാലകളില്ല. അല്ലെങ്കിൽ ഇവിടെ തിരമാലകളില്ല. പക്ഷെ എന്തായാലും ഇന്ന് വളരെ ശാന്തമാണ്. മീനോട് കിട്ടിയാൽ മതിയായിരുന്നു. വെയിലാവുന്നതിന് മുമ്പ് 10 മീനെ പിടിച്ചുകൊണ്ട് നമ്മൾ ഇവിടുന്ന് സ്ഥലം പെടണം. 1 മണിക്കൂർ കൊണ്ട് നമുക്ക് 10 മീനെ പിടിക്കണം. ഓക്കെ വിഷ്ണു മോനെ, സെറ്റല്ലേ? ദൂരെ കണ്ടില്ലേ കുറേ ബിൽഡിങ്ങുകൾ. ഷെയ്ഡിൽ കാണാൻ പറ്റുമായിരിക്കും. ആ കാണുന്നത് മനാമ സെൻ്ററാണ്. ഇതാരാണ്? ഇത് വിഷ്ണു. ഇവനെവിടെ പോണു? അവൻ ചൂണ്ടെടുക്കാൻ പോയതാണ്. ഇത് അവിടെ കാണുന്നതാണ് മനാമ സെൻറ്റർ ബിൽഡിങ്ങുകൾ. നമ്മളിങ്ങനെ ചെറുതായിട്ട് കൊളുത്തി വെച്ചിട്ടുണ്ട്. അയ്യോടാ, ഇത് അടുത്ത് പോരണം. കുഴപ്പമില്ലായിരിക്കല്ലേ?
മറ്റേ ചെറിയ ഹോൾ ഇട്ടിട്ട് അതിനകത്ത് അല്ലാതെ സാധനമൊക്കെ കൊള്ളാം, നമ്മൾ പിടിക്കാൻ അറിയാത്തുണ്ടല്ലേ. അല്ലാതെ അണ്ണനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മീൻ പിടിക്കാറോ ചൂണ്ടായിട്ട് ഇറങ്ങാൻ പോകും. ചൂണ്ടയൊക്കെ ഉണ്ട്, പക്ഷേ നമുക്കിതിനെ മീൻ കിട്ടുന്നില്ലതേ ഉള്ളൂ. ഇനിയിപ്പോൾ കുറച്ച് ഐറ്റംസ് കൂടെ വാങ്ങിച്ചിട്ട് വരണം. നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ബാബുണ്ണെ പോയി കണ്ട് കുറച്ച് സാധനം വാങ്ങിക്കണം. എന്നിട്ട് അടുത്ത തണുപ്പാകുമ്പോഴത്തേക്കും വിൻ്റർ സീസൺ ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ല കുറേ ഫിഷിങ് വീഡിയോകൾ ചെയ്യണം. ഒരു കിങ് ഫിഷൊക്കെ പിടിക്കണം എന്നൊക്കെ ആഗ്രഹം. സഭയ്ക്കിടാനോ? എന്നാൽ പിന്നെ നമുക്ക് സഭയ്ക്കും കിട്ടാം. എല്ലാം നമ്മുടെ കയ്യിൽ സെറ്റാണ്. സഭയ്ക്ക് ഫിഷിങ് ആണ്. മീനടിക്കും. നമ്മൾ ചെമ്മീനൊന്നും ഇടാതെ ഇത് മാത്രം ഇട്ടെന്ന് ആദ്യം നോക്കാം. കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചെമ്മീനോടെ നാടി കിട്ടും. നമസ്തേ, വെയിറ്റ് അപ്പോൾ നീ താടേ ഇവിടെ കൊടറേ, ഇതൊക്കെ തുറന്ന് കിടക്കുമോ ഇതൊക്കെ? നീ എന്ത് വാ ഇത്, നീ ഒന്നും ശ്രദ്ധിക്കത്തൊന്നുമില്ല വിഷ്ണു മോനെ. 10 മീൻ പിടിക്കുന്നു പറഞ്ഞ പോവൻ എന്തിയടാ? അവനെങ്കിൽ വിളി. വീടിനകത്തുള്ള ആവശ്യമില്ലാത്ത കാര്യവും പറഞ്ഞു. ഒരു മീൻ പോലും കിട്ടിയിട്ടില്ല. ഡയലോഗ് അടിച്ചിട്ട് പോയി 10 മീനെ പിടിക്കുന്നു. പ്രേക്ഷകർക്ക് അനാവശ്യമായുള്ള ഇതിപ്പോൾ ഒരു പൊടിയേനും കിട്ടിയായിരുന്നാൽ മതിയായിരുന്നു. ഫുള്ള് വല ഇടുവാണ് അവിടെ. അതുകൊണ്ട് നമുക്ക് മീൻ കിട്ടാത്തല്ലടാ. അതാ അവന്മാർ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. എടാ ഇതൊക്കെ റെക്കോർഡാ. സഭ്യമായ ഭാഷകൾ ഉപയോഗിക്കൂ പ്ലീസ്. നിന്റെ അടൂരത്തെ സ്വഭാവം മൊത്തം അങ്ങനത്തെ റെക്കോർഡാണ്. നീ കൂടുതൽ കളിക്കില്ല കേട്ടോ. കുറെ നേരം കൊണ്ട് നടന്നു. ആ എൻ്റെ നേരത്തെ മൊത്തം കയറ്റി കളിക്കല്ലേ. ഇവൻ്റെ കാര്യം ഉണയിൽ എത്ര നാളാണ് കയറിയിരിക്കുന്നത്. സഭയ്ക്ക് എൻ്റെ സഭയ്ക്ക് എൻ്റെ സുഖി കൊണ്ട് പോകുന്നു. അപ്പം വിഷ്ണു സഭയ്ക്ക് ഫിഷിങ് തുടങ്ങാൻ പോവുക. ഞാൻ 1-2 തവണ ഇട്ടായിരുന്നു, പക്ഷേ വീഡിയോ ഇട്ടിട്ടുള്ളതുകൊണ്ട് 2 തവണ ഇട്ടപ്പോഴും നമുക്ക് പോസിറ്റീവാണ് കിട്ടിയത്. ഫസ്റ്റ് ഇടുമ്പോൾ തന്നെ ഒരു 3 മീൻ അടിച്ചിട്ടുണ്ട്. ഒരു വട്ടം ഒരു 4 മീൻ അടിച്ചിട്ടുണ്ട്. ഇതിപ്പം 1, 2, 3, 4, 5, 6 എണ്ണം ഉണ്ട്. 6 ഓക്കുണ്ട്. അപ്പോൾ നോക്കാം വിഷ്ണു 7 എണ്ണത്തെ പിടിക്കുമെന്ന് പറഞ്ഞു. 6 എണ്ണം കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്ത് പാടാ എറിയുന്നേ. അന്ന് എത്ര ഇതാ പോയല്ലേ, വെയിറ്റാ പോയത്. കഴിഞ്ഞു എന്തിലുള്ള തപ്പൂട്ടം പറഞ്ഞാൽ 10 മീനെ പോയിട്ട് 1 മീനെ പോലും കിട്ടിയില്ല. ഉറക്കത്തിൽ നിന്ന് നേരെ എണീച്ച് വന്നിട്ടായിരിക്കും. അവന് ശരിയാവുന്നില്ല. ഐശ്വര്യം ഉണ്ടെന്നും പറഞ്ഞാൽ വിഷ്ണുൻ്റെ കൊടുത്തേ. ഇതിപ്പം പേട്ട ഐശ്വര്യമാണ്. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോയിട്ട് വാ. ഡ്രൈവർ ദൂരെ എങ്ങോട്ടോ നോക്കി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ദൂരെ അമ്പരചുംബികളായ ബിൽഡിങ്ങുകൾ കാണാം. മംഗോളിയൻ ഭാഷയിൽ അദ്ദേഹം എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. 10 മീനെയും പിടിച്ചിട്ട് ക്ഷീണിച്ചിരുന്ന് കാർട്ടൂൺ കാണുകയാണ് അദ്ദേഹം. ഹലോ ഹലോ, പിടിച്ച 10 മീൻ എന്ത് ചെയ്യേ? 10 മീൻ എന്ത് ചെയ്യേ? ചെറിയ പടം 10 മീനെ പോയോ? ആ പിടിച്ച 10 മീനെയും കളഞ്ഞ് ഫ്രൂട്ടിയും കുടിച്ച് കിട്ടിരിപ്പുണ്ട്. ജ്യൂസും കുടിച്ച്. ആവശ്യമില്ലാത്ത വെല്ലുവിളിയൊക്കെ നടത്തിയിട്ട് ഇരുന്ന് ജ്യൂസും കുടിച്ചിരുന്നു. കരടാ ബാഡ് ബോയ്. നീ ബാഡ് ബോയിയാ.
നീ ബാഡ് ബോയ്. അത് ബാബ പറയുന്നു. അല്ല പിന്നെ കൊത്തിയില്ലടാ, സഭയ്ക്ക് കാര്യമില്ലടാ. എന്തോ അടിച്ചു കേട്ടോ, പോയോന്ന് എനിക്കറിയില്ല. പോയി. അതൊക്കെ അറിയോ കാർട്ടൂണൊക്കെ? പോയോ? നിർത്തി കിട്ടിയെന്നാണ്, കടിക്കുന്നുണ്ട്, കൊത്തുന്നുണ്ട്. ഓഫായോ? ഇല്ല. ഇവനെ കണ്ടല്ലേ, വിഷ്ണുവിന് ഐശ്വര്യമില്ല. അപ്പോൾ ആർക്കും ഐശ്വര്യമുള്ള? എനിക്ക് ഐശ്വര്യമുള്ള. സഭയ്ക്ക് ഇട്ടിട്ട് ബൈറ്റൊന്നും ഇട്ടിട്ടില്ല, നമ്മൾ ചെമ്മീനൊന്നും ഇട്ടിട്ടില്ല. ചെമ്മീനൊന്നും ഇടാതെ വറ്റയാണോ ഇത്? ഒറ്റക്കുഞ്ഞ ഒരുപാടുണ്ടോ? പൊടിയനെ കിടന്ന് ആയിരം പൊടിയനെ. അപ്പം പറഞ്ഞാൽ 2,000 ഈ പീക്കരി ആയിരുന്നു പിടിച്ചേ. ഒന്ന് പുറത്ത് പോവുക. ഹലോ, എടുത്തോ, ഇതാണ് നല്ല സാധനമാണ്. 4 കിട്ടും. ഇത് റെക്കോർഡല്ലേ? സഭയ്ക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ട് 4 മീൻ. സഭയ്ക്ക് ചരിത്രത്തിൽ ആണോ പോയി? ആണോ? ഇതാ ഇവൻ ക്യാമറ എടുക്കുമ്പോൾ എന്നും ഉള്ളതാണ്. മറ്റേത് കിട്ടിയല്ലോ. 4 ഉണ്ടായിരുന്നു, 1 പോയി. ഉരിയിട്. ഊരിട, അല്ലെങ്കിൽ അടുത്തത് പൂടാ. 4 മീൻ കിട്ടിയതാ, പക്ഷേ 1 മീൻ പോയി. നമ്മുടെ മറ്റേ ക്യാമറ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി. സ്റ്റൗ എടുത്തില്ല, കുക്ക് ചെയ്യേണ്ടായിരുന്നല്ലേ. ഇവിടെ വെച്ച് ഫ്രൈ ആയിരുന്നു. ആദ്യമായിട്ടാ 4 അടിക്കും. 4 ജീവിതത്തിലായിട്ട് 4 കിട്ടുന്നത്. പക്ഷേ നമുക്ക് 3 കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ മീനല്ല, വറ്റപ്പുറത്തെ മീനല്ല, വേറൊരു മീനായിരുന്നു. പക്ഷെ ചെറുതാ, ഇത് വേണ്ട. അല്ല, അത്രയ്ക്ക് ചെറുതല്ല കേട്ടോ. ഇവനെ കളയണോ വിഷ്ണു, അതോ ആ എന്നെ മാത്രം മതിയോ ഇടാനോ? മീൻ കരഞ്ഞ കേട്ടോ. അതവള് കരഞ്ഞാണ്. കര എന്നെ വിടുന്നെന്ന് പറയുന്നേ. വിടണോ നിന്നെ? വിടണോ? വിട്ടേക്കട, പാവടാ, പോട്ടെ, പൊക്കോ പോലെ. അയ്യോ, ജീവിക്കത്തില്ലയോ? മോനെ അത്ര ചെന്നിരിക്കും നമുക്ക്. നല്ല സ്റ്റീൽ ഇത് വെള്ളം കട നല്ല രസമല്ലേ? തിളങ്ങുന്നുണ്ട്. ഇളക്കിട്ടോ. ഇപ്പം നല്ലോണം വിഴുങ്ങി, നല്ല ഉള്ളിൽ പോയി. നല്ല ഭംഗിയുണ്ടല്ലേ.
കുരുങ്ങൻ ഇവിടെ കല്ലൊന്നുമില്ല. വിഷ്ണു സാറേ, പെട്ടെന്ന് ആയിക്കോട്ടെ, ബിരിയാണി കഴിക്കാൻ സമയമായി. ഇന്ന് മീൻ ബിരിയാണിയാ? ഇന്ന് മീൻ ബിരിയാണി അല്ല, നമുക്ക് പുറത്ത് പോയിട്ട് വല്ല ചിക്കൻ ബിരിയാണിയോ ബീഫ് ബിരിയാണിയോ എല്ലാം കഴിക്കാം. ഇന്ന് പെരുന്നാളായിട്ട് നമുക്ക് മീൻ ബിരിയാണി വെച്ച് വെറുതെ കുളവാക്കണ്ട, ഇനി വെക്കാൻ സമയമില്ല. അതിനാൽ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ബിരിയാണി കഴിക്കാം. വേവലാതി കണ്ടാലേ അറിയാം ചാടുന്ന അത്രയ്ക്ക് തിളപ്പുള്ള മീനുകളാണ്. കുഴപ്പമില്ല, നല്ലതാ, ഇത് നല്ലതാണ്. തോരൻ വെക്കാൻ നല്ലതാണ്, മീൻ തോരൻ വെക്കാൻ. നമ്മുടെ മാങ്ങയൊക്കെ പൂടിയിട്ടിട്ട് മീൻ തോരൻ വെക്കാൻ അടിപൊളി സാധനം. നമ്മളെ മീൻ പിടിച്ചോണ്ടിരുന്നപ്പോൾ തൊട്ടടുത്ത് തന്നെ നമ്മുടെ കൂടെ മീൻ പിടിച്ചോണ്ടിരുന്ന 2 ഫിലിപ്പീൻസ് ചേച്ചിമാരുണ്ട്. Like this fish. Like that, eh? Yeah, that's one. Small. Yeah, small. Kind of fish now so much because coming hot now summer. What's your name? Julie. Julie. Hi. What's your name? Lina. Hi. 7:30. 7:30 already. No, 8 o'clock. Almost 8 o'clock. Almost 8 o'clock. 8 o'clock. Huh? See, only little. Yeah, it's okay. This one, okay. The one for fried only. Fried only. Yeah, it's good. Okay, thank you. Okay, thank you so much. വെള്ളമൊക്കെ വാങ്ങിയിട്ട് വെള്ളം വാങ്ങാൻ പോയതാ സുധീഷ്. വെള്ളവും വാങ്ങിയിട്ട് സുധീഷ് വന്നിട്ടുണ്ട്. സപ്പോർട്ടിനെ നമുക്ക് പോയി പിടിക്കാം. സപ്പോർട്ടിനെ പിടിക്കാം. ഓപ്പൺ കണ്ണൻ സ്റ്റാർട്ട്. നമ്മൾ എവിടെ പോവാ? തിരിച്ച് വീട്ടിൽ പോവാ. കഴിച്ചിട്ടേ പോകും. ഇല്ല, നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാ. എനിക്ക് ഉറങ്ങണം പോയിട്ട്. സപ്പോർട്ടാ വീട്ടിൽ പോവാം. കളിക്കാൻ പോവാ. നമ്മൾ വീട്ടിൽ പോവാം. ഓക്കെ എന്നാ വീട്ടിൽ പോട്ടാ. ബുസേത്തിന് പോട്ടെ. അടപ്പ് പോലും ഉണ്ടായിരുന്നു. ബുസത്തിൻ പാം. തപ്പുട്ടം പറഞ്ഞാൽ നമ്മളിന്ന് 10 അല്ല, അതിൽ കൂടുതൽ മീനെ പിടിച്ച് പൊട്ടിച്ചു തരാം. ഇല്ല, ഞാൻ കഴിച്ചില്ല. അയ്യോ, ഞാൻ കല്ലൂരിനോട് പോയി പറഞ്ഞു കൊടുക്കും. കല്യാണിനോട് പറഞ്ഞു കൊടുക്കും. കല്യാണിനോട് പറഞ്ഞു കൊടുക്കും. കല്യാണി വരട്ടെ, കല്യാണിയെ കൊണ്ട് തന്നെ ഇടിക്കും. കല്യാണി ഈ വീഡിയോ കാണും. ഇത് പിടിച്ചേ, ക്യാമറ പിടിച്ച് ഇങ്ങനെ പിടിക്കണേ. പൊട്ടിച്ചു. വീട്ടിൽ പോണ്ടേ? വീട്ടിൽ പോവല്ലേ? ഇങ്ങനെ പിടിച്ചോളാം. ഞാൻ പിടിച്ചോളാം എന്നാ. അപ്പൊ എത്ര മീനെ കിട്ടി നമുക്കിന്ന്? എത്ര മീനെ കിട്ടി? ഒന്ന് കാണിച്ചു കൊടുത്ത മീനെ. മീനെ കാണിച്ചു. ക്യാമറമാൻ അത്യന്തരോടൊപ്പം മനു രമേശ്. എത്ര മീനെ നമുക്ക് കിട്ടിയെന്ന് പറ. എത്ര മീനുണ്ടത് ഒന്ന് എണ്ണി നോക്കി. അപ്പൊ തപ്പൂട്ടം പറഞ്ഞ പോലെ ഒരു 10-15 പുറത്ത് മീനെ പിടിച്ചു. ഞങ്ങൾ കുറെ അധികം മീനുകളെ വിട്ട്, ചെറിയ മീനുകളെ വിട്ട്. പിന്നെ വറ്റ പുറത്തെ മീനുകളെ നമുക്ക് കുറെ കിട്ടി. അങ്ങനെ കുറെ അധികം മീനുകളെ കിട്ടി. ബൈ പറ.
അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്തുകയാണ്. ബൈ ബൈ.